അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുള്ളത് ദമാം സ്റ്റുഡിയോയിലാണ്. ഞാൻ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ, എൻ്റെ കൂടെ ബഹുമാന്യനായ ഡോക്ടർ ജൗഹർ മുനവർ സാറാണുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ തലച്ചോറുമായി ബന്ധപ്പെട്ട ന്യൂറോ ഹോർമോൺ ചേഞ്ചസ്, അതുമായി ബന്ധപ്പെട്ട് ഉള്ള അസുഖങ്ങൾ, അതായത് ഒരു അവസ്ഥകൾ, അതിനുള്ള പരിഹാരങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായി സാറ് നമ്മോട് സംസാരിച്ചു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 3-ാമത്തെ എപ്പിസോഡാണിത്. അതെ അതെ, ഞാൻ അവസാനമായി പറഞ്ഞു വെച്ചത് ഇതിൻ്റെ പരിഹാരം എന്ത് എന്നതാണ്. ഇത് പരിഹാരം വേണം, കാരണം ഇത് കുടുംബ ബന്ധങ്ങളെ, അല്ലാത്ത ബന്ധങ്ങളെല്ലാം തകർത്തെറിയുന്ന ഒരു പ്രശ്നമാണ്. നല്ലൊരു ശതമാനം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ സാറ്. ഉണ്ട്. എപ്പോഴാണ് ഇതിനൊരു ചികിത്സ വേണ്ടത്? അതൊരു ചോദ്യമാണ്. നമ്മളെപ്പോഴാണ് ചികിത്സിക്കേണ്ടത്? ഇത് എല്ലാവരും പോയിട്ട് മരുന്ന് കുടിക്കണോ എന്നൊക്കെ, 1-ാം തീയതി തന്നെ വേണോ ചികിത്സ, 2-ാം തീയതി വേണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ മരുന്ന് കുടിക്കുകയാണോ വേണ്ടത്? ചികിത്സിക്കേണ്ടത്, ഈ പ്രശ്നം നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുന്നു എന്ന് തോന്നുമ്പോൾ ചികിത്സ വേണം. ഈ പ്രശ്നങ്ങൾ നമ്മളെ ജോലിയെ ബാധിക്കുന്നു എന്ന് തോന്നിയാൽ നമുക്ക് ചികിത്സ വേണം. ഇത് ജീവിതത്തെ ബാധിക്കുന്നു എന്ന് തോന്നിയാലും ചികിത്സ വേണം. മരിക്കാൻ തോന്നും. ഡിപ്രഷൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, നിശബ്ദ കൊലാളിയാണ് ഡിപ്രഷൻ. ജീവിതം മടുക്കും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, ട്രാവൽ ബാഗ് പോലെയാണ് ബന്ധങ്ങൾ. നമ്മളെ കൂടെ കൃത്യമായിട്ട് അത് ഉരുണ്ട് നമ്മളെ കൂടെ വരണം. വന്നില്ലെങ്കിൽ നമുക്കതൊരു ഭാരമാവും. അത് ഭാരമാകുമ്പോൾ മടുപ്പ് വരും. മടുപ്പ് വരുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കും. ആത്മഹത്യാ ടെൻഡൻസി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു ചികിത്സ വേണ്ടത് എപ്പോഴാണ്? ഈ പ്രശ്നം OCD ഉള്ള ഒരാളെപ്പോഴാണ് ചികിത്സിക്കേണ്ടത്? ഈ OCD തൻ്റെ ബന്ധങ്ങളെ ബാധിക്കുന്നു. OCD തൻ്റെ ജോലിയെ ബാധിക്കുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യാൻ കഴിയില്ല. OCD ജീവിതത്തെ ബാധിക്കുന്നു. ഇനി എപ്പോഴാണ് ഒരു ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ഒരാളെപ്പോഴാണ് ചികിത്സ വേണ്ടത്? എല്ലാവരും ഓടിച്ചത് ചികിത്സിക്കണമെന്നൊന്നും പറയില്ല. പക്ഷേ ഈ 3 കാര്യങ്ങളെ ബാധിക്കുന്നു എന്ന് തോന്നിയാൽ ഇതിന് ചികിത്സ വളരെ പ്രധാനമാണ്. ചികിത്സ നമ്മൾ നേരെ ചെന്ന് മരുന്ന് വാങ്ങി കുടിച്ച് ചികിത്സിക്കുകയല്ല. ഇതിന് ചികിത്സയ്ക്ക് 3 ഘട്ടങ്ങളാണ്. ഒന്ന് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മരുന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചപ്പോൾ മരുന്നിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പുറമെ നിർത്തിയപ്പം നിങ്ങൾ സൂചിപ്പിച്ച ഒരു സാധനം, അതിൻ്റെ അള്ളാഹിലേക്ക് കുറച്ച് അടുക്കുക, കാര്യങ്ങളൊക്കെ. 1-ാമത്തെ പരിഹാരം മെഡിക്കേഷനാണ്, മെഡിസിൻ എടുക്കണം. 2-ാമത്തെ പരിഹാരം മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ യോഗ ചെയ്യലാൽ മാത്രമല്ല, നിസ്കരിക്കുക, നോമ്പ് നോക്കുക, നമ്മൾ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക. അപ്പോൾ ഒരു സമാധാനം കിട്ടും. അതാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുക. ഖുർആൻ ഓതുക, പ്രാർത്ഥിക്കുക, നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒരാളുടെ മുമ്പിൽ പറയുക, അതാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ 2-ാമത്തെ സ്റ്റെപ്പ് എന്നത് മെഡിറ്റേഷനുമാണ്. 3-ാമത്തെ സ്റ്റെപ്പ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റാണ്. ജീവിതം മാനേജ് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി. ഇപ്പോൾ ചില ആളുകളുടെ രാവിലെ ഉറങ്ങാത്ത ആൾക്കാരുണ്ടാവും, രാത്രി ഉറങ്ങുക. ഇങ്ങനെ ഇതൊക്കെ തീരുമാനിക്കണമെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ടായ ഒരാളുടെ അടുത്തെത്തണം. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഏത് ഒരു കൗൺസിലർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയ വിഷയങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം ക്വാളിഫൈഡ് ആണ് എന്ന് തോന്നുന്ന ഒരു കൗൺസിലറെ നിങ്ങൾ സമീപിച്ചാൽ അയാൾ ഇതൊക്കെ ഡീൽ ചെയ്യും. മരുന്ന് കഴിക്കണോ, ഈ മെഡിറ്റേഷൻ വേണോ, മെഡിക്കേഷൻ വേണോ, എല്ലാം അയാൾ ഡീൽ ചെയ്യപ്പെടും. അവിടെ മടി കാണിക്കരുത്. ഞാനൊരു മാനസിക രോഗിയാണ്, ഞാൻ എങ്ങനെ. മാനസിക രോഗമല്ല, ഇറ്റ്സ് നോട്ട് എ ഡിസീസ് ബട്ട് എ ഡിസോർഡർ. അപ്പോൾ ആ അവസ്ഥയാണ്. അത് മാറ്റണമെങ്കിൽ ഈ ചികിത്സയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളെ ബാധിക്കുന്നു എന്ന് തോന്നിയാൽ പിന്നെ ചികിത്സ അല്ലാതെ വഴിയില്ല. ഇതെൻ്റെ ബന്ധങ്ങളെ ബാധിക്കുകയാണ്, എൻ്റെ കുട്ടികൾ അകന്നു പോവുകയാണ്, ഓൾക്ക് ഞാനൊരു പ്രശ്നമാവുകയാണ് എന്നൊക്കെ തോന്നിയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ആത്മഹത്യ ചെയ്തിട്ട് സ്വർഗം കിട്ടാതെ പോയിട്ടും കാര്യമില്ല. ഇതിന് പരിഹാരമുണ്ട്. ഇതിൻ്റെ പരിഹാരം ഞാൻ ഈ പറഞ്ഞ പരിഹാരമാണ്. അപ്പോൾ ഈ 3 സ്റ്റേജിലൂടെ, ഘട്ടങ്ങളിലൂടെ ഇത് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഇത് അതിൻ്റെ റൂട്ടിലെത്തിച്ച് അത് കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ പോയാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നവും ഉണ്ടാവില്ല.
അപ്പോൾ ഇത് പരിഹരിക്കും. അങ്ങനെ പിന്നെ സാറിൻ്റെ അടുത്ത് വന്ന കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പരിഹാരം കൊണ്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കേസുകളൊക്കെ അതെ, ഉണ്ടല്ലേ? ഇതൊരു കൗൺസിലർക്ക് മാത്രമായി തീർക്കാൻ പറ്റിയ കേസല്ല. ഇതൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം. അപ്പോൾ ഒരു രോഗം മാറുക എന്ന് പറഞ്ഞൊരു, ഇപ്പം എനിക്കൊരു രോഗമുണ്ട്, ആരാ മാറ്റുകയെന്ന് വെച്ചാൽ ആരാ, അതിൽ ഡോക്ടർക്ക് പങ്കുണ്ട്, സ്കാൻ ചെയ്താൾക്ക് പങ്കുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. ഒരു വ്യക്തിക്ക് മാത്രം കഴിയില്ല. അതുപോലെ തന്നെ ഇത് ടീം വർക്കാണ്. ഇത് ഒരു കൃത്യമായൊരു ഒരു കൗൺസിലർ എടുത്തെത്തുന്നു, അയാൾക്കൊരു മിറാക്കളും സംഭവിക്കും. അയാൾക്കത് മനസ്സിലായാൽ അയാൾ കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അവിടുന്നാണ് അതിന്റെ ശരിയായിട്ടുള്ള ദിശ. ഇത് മിക്കവാറും ഇത്തരം കാര്യങ്ങൾ കൗൺസിലിങ്ങിലേക്ക് എത്തുക എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുപോകുന്നില്ല, യോജിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞ് എത്തുമ്പോഴാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക അതിൻ്റെ പ്രശ്നം ഇതാണ്. അപ്പോൾ അതിനൊരു പരിഹാരമുണ്ട്. അങ്ങനെയാണ് വരിക. അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ നോക്കുമ്പോഴായിരിക്കും ഇവർ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് വളരെ പ്രശ്നത്തിലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് പ്രശ്നത്തിലെന്ന് പഠിക്കുമ്പോഴാണ് ഭാര്യ രാത്രി തയ്യാറല്ല, എന്തുകൊണ്ട് തയ്യാറല്ല നോക്കുമ്പോഴായിരിക്കും അവൾക്ക് ഭയങ്കര വൃത്തിയാണ്, അവൾ കുളിച്ചാൽ വൃത്തിയാവില്ല, അപ്പോൾ അവൾക്ക് ടെൻഷനാവും. രാവിലെ സുബൈക്ക് കുളിക്കാൻ കയറിയാൽ നഷ്ടപ്പെടും. അപ്പോൾ നഷ്ടപ്പെടും എന്ന് ഉറപ്പാണ്. കാരണം 4 മണിക്ക് കുളിക്കാൻ കയറിയാലും 7 മണിക്ക് ഇറങ്ങുള്ളൂ. പ്രത്യേകിച്ച് ജനാപത്ത് കുളി, അത് വസ്വാസുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ ബന്ധങ്ങളെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഭർത്താവ് പറയും അത് മൊത്തത്തിലുണ്ട് സാറേ, ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ്, വൃത്തി കുറച്ച് സഹിക്കുകയാണ്. അപ്പോൾ ഇത് പ്രശ്നം വേറെയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ, ഇതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ തലച്ചോറിലുണ്ടാക്കുന്ന ന്യൂറോ കെമിക്കൽ ചേഞ്ച് ചെറിയൊരു കുട്ടി മുതൽ ഏറ്റവും വയസ്സായ ഒരു മനുഷ്യനിൽ വരെ ഇത് പ്രകടമായി കാണാം. അത് അവരുടെ സ്വഭാവത്തെ, പെരുമാറ്റത്തെ, ചിന്തയെ ബാധിക്കും. അപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നത്തിന് തുടക്കം മുതൽ തന്നെയുള്ള ഒരു പരിഹാരത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തോന്നുന്നു ഈ 2 എപ്പിസോഡിന് ശേഷവും ധാരാളം ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും. കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ 2 എപ്പിസോഡുകൾ കേട്ടപ്പോൾ ശ്രോതാക്കളിലുണ്ടായിട്ടുള്ള സംശയങ്ങളാണ് ഇന്നിവിടെ നമുക്ക് കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം വായിക്കാം. എൻ്റെ മകളുടെ 18 മാസം പ്രായമുള്ള മോൾ മാതാവിൻ്റെ മുഖത്ത് മാറി മാറി അടിക്കുകയും പൂച്ച പോലെയുള്ളവയൊക്കെ ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്നു. ഇത് പിന്നീട് പ്രശ്നം വല്ലതും ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു. ഇന്നത്തെ സ്നേഹക്കൂട് കേട്ടപ്പോൾ ആ ഒരു മാതാവിന് തോന്നിയ ഒരു ചോദ്യമാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ച ഒരു വാക്ക് ഒന്നുകൂടി പറയാം. ഒരു ചെറിയ കുട്ടി മുതൽ ഒരു വൃദ്ധരായ ആൾ വരെ ഇത്തരത്തിലുള്ള ന്യൂറോ കെമിക്കൽ ചേഞ്ചിന് ഭാഗമായിട്ടുള്ള സ്വഭാവ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കുട്ടിക്ക് പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ ചെയ്യുന്നതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, നോർമലി ഒരു കുട്ടി ചെയ്യുന്ന പോലെയാണോ, അതിൻ്റെ അപ്പുറത്തേക്കുണ്ടോ. ഇവരിപ്പോൾ ചില കുട്ടികൾ പിന്നെ മനുഷ്യരോട് മാത്രമല്ല ജന്തുക്കളോടും മൃഗങ്ങളോടും ഒക്കെ ഇതേപോലെ ക്രൂരമായി കാണിക്കും, ഉമ്മയെ തല്ലുക. 1.5 വയസ്സുള്ള ഒരു കുട്ടിയാണിത്, 18 മാസം. ഈ 1.5 വയസ്സുള്ള കുട്ടി എന്തായാലും ചിന്തിച്ച് ബുദ്ധിയോട് കൂടി, വലിയ വൈരാഗ്യ ബുദ്ധിയോട് കൂടി ഒന്നും ചെയ്യൂല. അപ്പോൾ എന്തോ ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലത്തെ ഒരു ആക്ഷനാണത്. ഈ കുട്ടിക്ക് വലുതാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ നിലവിൽ ഒരു ന്യൂറോ കെമിക്കൽ ചേഞ്ച് ഉണ്ടെങ്കിൽ എത്ര നേരത്തെ അത് കണ്ടെത്താൻ പറ്റുമോ അത്ര നേരത്തെ അതിന് ചികിത്സ ആരംഭിച്ചാൽ അത് പെട്ടെന്ന് അസുഖം ഭേദമാവും. അപ്പോൾ കുട്ടികൾക്ക് ആണ് ഇത്തരം പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് തോന്നി അത് തന്നെയാണ് അതിൻ്റെ ഒരു തുടക്കം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എന്ന് ഈ ഉമ്മക്ക് തോന്നുന്നുണ്ട്. ഈ ചെറിയ കുട്ടിക്ക് ഓട്ടിസം പോലെ ഉള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ സ്വഭാവത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രകടമാവും. അപ്പോൾ ഈ കുട്ടി അത്തരം പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് കൃത്യമായ ഒരു ഇവാലുവേഷൻ നടത്തണം. അതിന് ഏറ്റവും നല്ലത് മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി മാത്രം ഒരു ക്ലിനിക്ക് ഉണ്ട്. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ കോഴിക്കോട് ആണ് എൻ്റെ നാട്, സ്ഥലം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട്. ഇംഹാൻസ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. വിഭാഗത്തിൻ്റെ അത് മെഡിക്കൽ കോളേജുമായിട്ട് ഡിറ്റാച്ച്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ കോളേജിലെ ബിൽഡിംഗ് അല്ല, വേറെ ബിൽഡിംഗ് ഉണ്ടാവും. ഒരു ചെറിയ കുട്ടി മുതൽ 12 വയസ്സ് പ്രായമുള്ള കുട്ടികളെയാണ് അവിടെ നോക്കുക. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒരു പരിഹരിക്കും. ഇംഹാൻസ് അത് നിങ്ങൾ പിന്നെ നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ നമ്പർ കിട്ടും. ഇംഹാൻസ് കോഴിക്കോട് എന്ന് വെച്ചാൽ നമ്പർ വരും. ബുക്ക് ചെയ്ത് പോവുക.
ഒരു ദിവസം വേണം. കാരണം അവിടെ ഒരാളിങ്ങനെ കുട്ടിയെ നോക്കല്ല ചെയ്യുക. ഒരുപാട് കൗണ്ടറുകളിലൂടെ നിങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ സോഷ്യോളജിസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, സൈക്യാട്രിസ്റ്റ് ഉണ്ടാവും, അതേപോലെ ചൈൽഡ് ഇൻ്റർവെൻഷൻ നടത്തുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ തെറാപ്പി ചെയ്യുന്നവർ, ഇവരെല്ലാം കൂടി ചേർന്ന് ആണ് ഈ കുട്ടിയെ പഠിക്കുക. അവരിങ്ങനെ പഠിച്ച് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടും. ഇനി എന്തെങ്കിലും സ്കാനിങ്ങോ അല്ലെങ്കിൽ MRI ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരതിന് റെഫർ ചെയ്യും. അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു പരിഹാരം നിർദ്ദേശിക്കാൻ അവർക്ക്. പ്രൈവറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ബിസിനസ് ആക്കും. അപ്പം നല്ലത് ഇത്തരം പ്രശ്നങ്ങൾ ഇംഹാൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്നാണ് ഒരു ഫുൾ ഫോം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, ഇംഹാൻസ്. അത് മെഡിക്കൽ കോളേജുകളിലുണ്ട്. ഇതിൻ്റെ തന്നെ ദേശീയ തലത്തിലുള്ള ഒരു സ്ഥാപനമുണ്ട്, അത് ബാംഗ്ലൂരാണ്. അത് നിംഹാൻസ് എന്നാണ് പറയുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുട്ടിയെ കൊണ്ട് നിംഹാൻസിൽ പോകാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമാണ് നിംഹാൻസ്. അപ്പം ഇംഹാൻസുകളിൽ ഇത്തരം കുട്ടികളെ കൈകാര്യം ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾക്കൊരു കുട്ടി, ഒരു ചെറിയ കുട്ടിയുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ഒരു ഇഷ്യൂ തോന്നിയാൽ നിങ്ങൾ സംശയിക്കേണ്ട. അത് നിങ്ങൾക്ക് തോന്നുന്നത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അത് ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കുക. ഇത്തരം കുട്ടികളൊക്കെ ചെറിയ കുട്ടിയാവട്ടെ, ഇപ്പോൾ ഒരു 5 വയസ്സാവട്ടെ, 10 വയസ്സാവട്ടെ, അപ്പോൾ ഈ കുട്ടി പ്രശ്നമുണ്ടാക്കുന്ന വീഡിയോ എടുക്കുക. ഇപ്പം അതിനുള്ള സംവിധാനങ്ങൾ ഈ വീഡിയോയുമായി കുട്ടിയെ കൊണ്ട് ചെല്ലുക. അപ്പോൾ ഇയാൾക്കത് കൃത്യമായിട്ട് ഇങ്ങനെ അവൻ കാണിക്കുന്നുണ്ട് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ കുട്ടി വയലൻ്റ് ആവുന്ന കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ കുട്ടി സൈലൻ്റ് ആയിരിക്കും. ഡോക്ടർ ചോദിക്കുമ്പോൾ പാവാണല്ലോ അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഒരു ഈ കുട്ടി ഉമ്മനെ തല്ലുന്നു, അടിക്കുന്നു, ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആ തോന്നുമെങ്കിൽ ആ കുട്ടിയെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു വീഡിയോ എടുത്ത് നിങ്ങൾ ഈ സ്ഥലത്ത് പോവുക. അപ്പോൾ അവർ ഇവാലുവേറ്റ് ചെയ്യും. ഒരു പ്രശ്നമില്ലെങ്കിൽ അവർ പറയും ഇതൊരു പ്രശ്നമില്ല, നോർമലാണ്. അല്ലെങ്കിൽ നമുക്കൊരു 4 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, തീരുമാനമായി. അപ്പോൾ ഇതിങ്ങനെ ഒരു ഉമ്മക്കും ഉപ്പക്കും നമ്മളായിട്ടൊരു തീരുമാനം എടുക്കണ്ട, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള. അപ്പോൾ ഈ കുട്ടിയെ കാണാതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഒരു ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് ആണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇത് ഏജ് ഇതിലൊരു ഘടകമല്ല അല്ലേ. ഏത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണിത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് പലർക്കും അറിയാത്ത ഒരു വിഷയമാണ്. എന്നെ സംബന്ധിച്ചോളം തന്നെ ഈ എൻഹാൻസ് എന്നുള്ളത് ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. അതുമാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ, ഇത്തരം കേസുകൾക്കൊക്കെ നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലുള്ള മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലുകളിൽ അത്ര നല്ല ഫെസിലിറ്റീസ് ഉള്ളുമ്പോൾ നമ്മൾ അവിടെ പോയി ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോകണ്ടെന്നല്ല. ഗവൺമെൻറ് ഇത്തരം ഒരു നല്ല ഫെസിലിറ്റി നമുക്ക് തരുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം എന്നുകൂടി ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളെല്ലാം മോശമാണെന്നല്ല, മനോഹരമായി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. പക്ഷേ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ലക്ഷ്യം ലാഭമാണ്. അതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യം അവർക്ക് ഇല്ലല്ലോ. ഇത് തുറന്നു വെച്ചത് ഒരു ലാഭം ഉണ്ടാക്കാണ്. സ്വാഭാവികമായിട്ടും ഒരു ടെൻഷനോട് കൂടി ഒരു കുട്ടിയെ നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ ഒരുപാട് അനാവശ്യ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും, മുതലെടുക്കും. അത് ഒരു സ്വാഭാവികതയാണ്. കാരണം കുട്ടികൾ നമ്മുടെ വീക്ക്നെസ് ആണ്. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് ചെല്ലുമ്പം അത് അവർ മുതലെടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയി പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇന്നതാണ് നിങ്ങളുടെ കുട്ടിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ നമുക്ക് നല്ല ചികിത്സ, പ്രശ്നം നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റിൽ സ്ഥാപനങ്ങളിൽ പണമുണ്ടെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ ആദ്യം നല്ലത് ഈ ഗവൺമെൻറ് സംവിധാനം. ഇപ്പോൾ ഈ ഇംഹാൻസ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു തിരക്ക് പിടിച്ച സ്ഥലമൊന്നുമല്ല. അതൊരു വളരെ ശാന്തമായ, തിരക്കില്ലാത്ത, നല്ല പരിഗണന കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റിയാണ് ഓർമ്മ വരിക. പക്ഷേ ഇത് കാഷ്വാലിറ്റി ബന്ധപ്പെട്ട സ്ഥലമല്ല. ഒരു വേള ആളുകൾക്ക് അറിവുണ്ടാവില്ല അങ്ങനെ ഇൻഹാൻസിനെ കുറിച്ച്. ഇത് വളരെ കൂളായിട്ട് നമുക്ക് എത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. 12 വയസ്സുള്ള കുട്ടിക്ക് മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ. പഠന പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയെ അവരവിടെ പരിഗണിക്കുക. അപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന്, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ഒരു സാധനം നിർദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകല്ലേ. ഇൻഷാ അല്ലാഹ്. എൻ്റെ ഒരു ബന്ധുവിനെ കുറിച്ചാണ് ചോദ്യം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഒരു 3 മാസം മുമ്പ് വരെയൊക്കെ നല്ലവണ്ണം എന്നോടൊക്കെ വർത്തമാനം പറയുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ കുറച്ചായി എൻ്റെ പേര് വിളിക്കുകയോ എന്നോട് മിണ്ടുകയോ ചെയ്യുന്നില്ല. ഒന്നുമില്ല, ഒരു കാരണമില്ലാതെയാണ്, ഒന്നും മിണ്ടുന്നില്ല. ഇത് ആ കുട്ടിയിൽ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യത്തിൻ്റെ അടയാളമാണോ എന്നാണ്. സത്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു തന്നെ ഒരു വലിയൊരു കാര്യമായി തോന്നുന്നു. കാരണം സ്നേഹക്കൂട് പോലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് ആ സഹോദരനോ അല്ലെങ്കിൽ ആ സഹോദരിക്കോ ചോദിക്കാൻ തോന്നിയല്ലോ. ചോദ്യത്തിൻ്റെ ഉത്തരം
നമ്മൾ 2 എപ്പിസോഡിലായിട്ട് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞു. അതാ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്നാലും സാറേ ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഈ ഇത്തരം കുട്ടികൾ അതായത് സ്വഭാവം മാറുന്നു എന്നതാണ്. ഇപ്പം ഞാൻ മുമ്പ് നമ്മൾ എപ്പിസോഡ് സൂചിപ്പിച്ചു, പ്രസവം ഗർഭം ഒരു പെണ്ണിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും. അതുപോലെ തന്നെ ഇപ്പം ഈ ചോദിച്ച കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചിട്ടില്ല. ഈ മിക്കവാറും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ പ്രായവും പറയുന്നതിന് കൂടെ രണ്ടുപേർക്കും 2 പ്രശ്നങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പെൺകുട്ടി ആയിരിക്കും, പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ. എപ്പോഴാണ് ഒരു കുട്ടിയുടെ ഹോർമോണുകൾ മാറാൻ തുടങ്ങുക? പ്രായപൂർത്തിയാകുമ്പോഴാണ്. പ്രായപൂർത്തി എപ്പോഴാണ്? പെൺകുട്ടിയാണെങ്കിൽ മെൻസ്ട്രേഷൻ തുടങ്ങുന്നതാണ് പ്രായപൂർത്തി തുടങ്ങുക. അതെപ്പോൾ തുടങ്ങും? 9 വയസ്സ് മുതൽ മേലോട്ട് 11, 12, 13 വയസ്സ് വരെ ഉണ്ടാവും. ഈ മെൻസസ് തുടങ്ങുമ്പോൾ ചില കുട്ടികളുടെ സ്വഭാവം നേരെ മാറും. അതിൻ്റെ കാരണം എന്താ? ഈ ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് ആണ്. ആൺകുട്ടിക്ക് പീരീഡ്സും മെൻസസും ഒന്നും ഇല്ലെങ്കിലും പ്രായപൂർത്തി ഉണ്ട്. അതെപ്പോൾ തുടങ്ങും? ഒരു 14 വയസ്സ് 15 വയസ്സ് തുടങ്ങും. ആൺകുട്ടി കുറച്ച് ലേറ്റ് ആവും. എന്നാലും ഒരു 12, 13 വയസ്സിൽ ആൺകുട്ടിക്കും ഈ ചേഞ്ച് വരും. ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ മാറ്റം വരുന്നതിന് കാരണം ചിന്ത മാറുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ന്യൂറോ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേഞ്ച് ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴും എന്താ ചെയ്യേണ്ടത്? നമ്മൾ എപ്പിസോഡ് പറഞ്ഞു കഴിഞ്ഞു, ഈ കുട്ടിയെ ചേർത്ത് പിടിക്കണം, തള്ളരുത്. നിന്റെ സ്വഭാവം മഹാമോശമാണ്, നീ ഒന്നിനും കൊള്ളൂല ഒന്നും പറയരുത്. കാരണം നെഗറ്റീവ് തോട്ട്സ് ഓൾറെഡി ഉള്ള ഒരാൾക്ക് പിന്നെ നെഗറ്റീവ് തോട്ട്സ് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പം അത് ഭീകരമായ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഈ കുട്ടിക്കും വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സ്പേർട്ടായ കൗൺസിലറാണ്. അയാൾ കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കും. പക്ഷേ ഇത് കുട്ടിയുടെ പെട്ടെന്ന് സ്വഭാവം മാറിയതല്ല, അവളുടെ ചിന്തയും ന്യൂറോ കെമിക്കലും മാറിയതാണെന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്നിടത്താണ് ഇത് കാര്യം. അല്ല അതിനെ കുറേ തല്ലിയത് കൊണ്ടോ ഉപദേശിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ദേഷ്യം പിടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഒരു മാറ്റം ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തെ കണ്ടെത്താണ് വേണ്ടത്. ഇവിടെ ചോദ്യം അയച്ച ചോദ്യകർത്താവിനോടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫീഡ്ബാക്ക് വഴി ചോദ്യങ്ങൾ അയക്കുന്ന ശ്രോതാക്കളുടെ, അതായത് സ്ഥിരമായി അയക്കുന്നവരല്ല, അല്ലാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്. പീസ് റേഡിയോ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും അത് നമ്മുടെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി അയക്കാവുന്നതാണ്. അതിന് സ്ക്രീനിൽ ചെന്ന് ഏറ്റവും അടിയിൽ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ സ്നേഹക്കൂട്, അല്ലിജാബ അതുപോലുള്ള ഓരോ വിൻഡോകൾ കാണാം. അതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ സ്നേഹക്കൂടിലേക്കുള്ളതാണെങ്കിൽ സ്നേഹക്കൂട് പ്രസ് ചെയ്ത് അതിലേക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം, അതിൽ വോയിസ് ആയിട്ട് അയക്കാം. എന്നാൽ നമുക്കതിൻ്റെ ആ ഡെസ്കിലേക്ക് അത് ചെന്ന് അതിനുള്ള മറുപടി കിട്ടുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 20 വയസ്സുള്ള ഒരു മകൻ്റെ ഉമ്മയുടെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: 20 വയസ്സുള്ള ഒരു മകൻ്റെ ഉമ്മയാണ് ഞാൻ. എൻ്റെ മോൻ വളരെ ചെറുപ്പം മുതലേ ഞാൻ പറയാതെ തന്നെ തഹജ്ജുദ് നമസ്കരിച്ചിരുന്നു. അൽഹംദുലില്ലാ. ഞാൻ വിളിക്കാതെ തന്നെ +2 വരെ അവൻ അത് നിലനിർത്തിയിരുന്നു. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇപ്പോൾ തഹജ്ജുദ് നമസ്കരിക്കാറില്ല, സുബഹിക്ക് പള്ളിയിലേക്ക് പോകാറില്ല. ഞാൻ ചെന്ന് വിളിച്ചാൽ ചില ദിവസങ്ങളിൽ പോകും. പോവാതിരുന്നതിൻ്റെ കാരണം ചോദിച്ചാൽ ഒന്നും മിണ്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ പിന്നെ കുറച്ച് ദിവസം എന്നോടും ഭർത്താവിനോടും, അതായത് അവൻ്റെ ഉപ്പയോടും മിണ്ടാതെ നടക്കും. ഒന്നും ഓപ്പണായി സംസാരിക്കില്ല. നിങ്ങൾ എന്നോട് നമസ്കരിക്കാൻ പറയേണ്ട, ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയും. എന്നാൽ എഴുന്നേൽക്കുകയുമില്ല. പിന്നെ ഞാൻ പറയുന്നത് നിർത്തി. ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. എൻ്റെ മകൻ എന്തായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത്? 2-3 ദിവസമായി അവൻ ഞങ്ങളോട് ശരിക്കൊന്നും മിണ്ടിയിട്ട്. അവൻ എന്താണ് സംഭവിച്ചത്? ഞങ്ങളാകെ വിഷമത്തിലാണ്. എന്താണ് ഇതിനൊരു പരിഹാരം എന്നാണ് സ്നേഹക്കൂടിലേക്കൊരു ഉമ്മ ചോദിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഈ 2 എപ്പിസോഡുകൾ കേട്ട ഒരു ഉമ്മയാണെങ്കിൽ ആ ഉമ്മക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഒരു 1.5 വയസ്സ് മുതൽ ഉള്ളൊരു കുട്ടി, ഇപ്പോൾ നമ്മൾ 1.5 വയസ്സുള്ള കുട്ടിയെ കുറിച്ചുള്ള ചോദ്യം, ഇതിപ്പോൾ രണ്ടാമത് നിങ്ങൾ ചോദിച്ചത് 13 വയസ്സുള്ള കുട്ടിയെ കുറിച്ചുള്ള ചോദ്യം, ഇപ്പോൾ 20 വയസ്സ്. ഇത് മുന്നോട്ട് പോയാൽ ഇനിയും കാണാം. ഈ ചേഞ്ച് തലച്ചോറിനകത്തെ ന്യൂറോണുകളിൽ ഉണ്ടാകുന്ന മാറ്റം ഏത് പ്രായത്തിലും സംഭവിക്കും. ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള എന്തോ ഒരു ചിന്ത തകരാറിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. നല്ല മോനാണ്. കാരണം തഹജ്ജുദൊക്കെ നിസ്കരിച്ചു, ഉമ്മ വിളിക്കാതെ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ ഇത്രയും നല്ലൊരു മോൻ വേറെ ഇല്ല. അപ്പോൾ ഈ കുട്ടി നല്ല കുട്ടി തന്നെയാണ്, ഇപ്പോഴും നല്ല മോനാണ്, മോന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവൻ്റെ ചിന്തയിൽ അവന് തന്നെ എന്തൊക്കെയോ ടെൻഷനും സ്ട്രെസ്സും ഉണ്ട്. 2 കാര്യങ്ങൾ നമുക്ക് സംശയിക്കാം.
ഒന്ന് അവൻ എന്തിലോ പെട്ടിട്ടുണ്ട്, കോളേജാണ്, കോളേജും പോണ കുട്ടിയാണ്, എന്തിലോ പെട്ടിട്ടുണ്ട്, വല്ല പ്രേമോ പ്രണയോ വേണ്ടാത്തരോ വൃത്തികേടോ പെട്ടിട്ടുണ്ട്, മനസ്സിനെ ബാധിക്കുന്ന എന്തോ പെട്ടിട്ടുണ്ട്. 2, ഞാൻ ഈ പറഞ്ഞ ന്യൂറോ കെമിക്കൽ ചേഞ്ച് ആൺകുട്ടിക്കും വരാം, അത് 20 വയസ്സിലും വരാം. ഇത് 2ആണെങ്കിലും അവർക്ക് ആവശ്യം ഒരു കൗൺസിലിംഗ് സപ്പോർട്ട്. എൻ്റെ മോൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, ഇത് കൃത്യമായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് എത്തിക്കണം. അയാൾ നോക്കിയിട്ട് അവനോട് സംസാരിച്ച് ചിലപ്പോൾ സമയമെടുത്തെന്ന് വരും, ആ സമയമെടുത്ത് ഇതിനെ പരിഹാരം നിർദ്ദേശിക്കണം. ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറാം, ചിലപ്പോൾ മെഡിസിൻ വേണമെങ്കിൽ അതിലേക്ക് പോവാം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരം അത് തന്നെയാണ്. ഇതിപ്പോൾ ഈ ഒരു ചോദ്യം കോമൺ ചോദ്യമല്ല, ഈ കുട്ടിക്കുണ്ടായത് എല്ലാവർക്കും ഉണ്ടാവില്ല, ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇതൊക്കെ അങ്ങനെ പരിഗണിക്കേണ്ട ഒരു സാധനമാണ്. ഓരോന്നും കോമൺ ചോദ്യമല്ല, ഈ രൂപത്തിൽ പരിഹരിക്കേണ്ട സാധനം. ഈ ചേഞ്ച് ഏത് പ്രായത്തിലുള്ള ആൾക്കും പെട്ടെന്ന് വരാം. മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? ഏത് പോയിന്റ് ഓഫ് ടൈമിലും അവൻ കേടുവരാം, ഏത് പോയിന്റ് ഓഫ് ടൈമിലും അവൻ നന്നാവാം. കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് പെണ്ണ് പിടിച്ച് വൃത്തികേടായി നടന്നൊരു മനുഷ്യൻ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നന്നാവാം. നന്നായി പിന്നെ കഴിഞ്ഞില്ലേ? അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. എന്തൊരു മഹാവൃത്തികെട്ട ജീവിതം നയിച്ചൊരു മനുഷ്യനായിരുന്നു. സ്വന്തം മകളെ ജീവനോടെ കൊഴിച്ച് മൂടിയിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, മദ്യം കഴിച്ചിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വന്നിട്ടുണ്ട്. ആ ഉമറിൻ്റെ അവസാനം എന്താ? ഉമർ ഫിൽ ജന്ന റളിയല്ലാഹു അൻഹു വറളു അൻഹു. ഇല്ലേ? അള്ളാഹ് ഇഷ്ടപ്പെട്ടു, അള്ളാഹിനെ ഉമറും ഇഷ്ടപ്പെട്ടു. അവസാനം എന്തായത്? ഒരു മനുഷ്യൻ്റെ അവസാനം നന്നാവുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല പ്രശ്നം. 60 വയസ്സ് വരെ നല്ലപോലെ ജീവിച്ചു, 60 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യ ചിന്തയ്ക്ക് പോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, തിരിച്ചും വന്നിട്ടുണ്ട്. കാത്തുരക്ഷിക്കുമാറാട്ടെ. അപ്പം നമുക്ക് വേണ്ടത് ചിന്ത ഏത് നിമിഷവും മനുഷ്യൻ്റെത് മാറാം. ചിന്ത മാറാനുള്ള കാരണങ്ങളിൽ ഒരുപാട് കാരണമുണ്ട്. ഒന്ന് ഈ ന്യൂറോ കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇവൻ എന്താ പറ്റിയത്? ഒന്നുകിൽ ഇവൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, ഇവർ വിശ്വസിക്കുന്ന ദീനിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം. ഈ ഷോർട്സും റീൽസിലും ഒക്കെ സ്വതന്ത്ര ചിന്തകർ ഏറ്റവും കൂടുതൽ ഈ ഷോർട്സിലും റീൽസിലും. അപ്പോൾ ഈ 1 മിനിറ്റ് സാധനം എന്തോന്ന് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിലൊരു ക്ലിക്ക് ഉണ്ടാവും, അത് ഇവനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കുട്ടിയെ കൃത്യമായി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അവനോട് സ്നേഹത്തോടു കൂടി നയിച്ച് സാരമില്ല, ഉമ്മ കൂടെ ഉണ്ട്, ഉപ്പ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് നമുക്കൊരാളെ കാണാൻ പോവാം. ഉമ്മനോട് പറയണ്ട, ഉപ്പനോട് പറയണ്ട എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഈ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ന്യൂറോ കെമിക്കൽ ചേഞ്ച് ആണോ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം, അല്ലേ പരിഹാരത്തിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ പരിഹാരം ഇൻഷാ അല്ലാഹ്. അല്ല, ഈ ഒരു അവതരണം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. ഞാനൊരു ക്ലാസ്സിൽ കേട്ടതാണ്. ഒരു വലിയ പണ്ഡിതൻ, ഇസ്ലാമിക വിഷയത്തിൽ വളരെ പാണ്ഡിത്യമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ആ ഒരു നാട്ടിൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു പോലും. അത്തരം വലിയൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ, അതായത് വളരെ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പെട്ട് അദ്ദേഹം ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് കാരണം ആ ഗ്രന്ഥങ്ങൾ തന്നെ ആ ഒരു സ്കൂളുകളിൽ നിന്ന് പിൻവലിച്ചു. അവസാനം ഇസ്ലാമിനെതിരെ സംസാരിച്ചുകൊണ്ട് ആയിരുന്നു ആ ഒരു മഹാൻ്റെ ജീവിതം അവസാനിച്ചത് ഇത് ഞാൻ കേട്ടതാണ്. ഒരു ചെറിയ മാറ്റം മതി നന്നാവാനും അത് മോശമാവാനും. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഏത് നിമിഷത്തിലും ഒരു മനുഷ്യൻ കേടാവാം. അത് നമ്മൾ ആ ചിന്ത മാറാതെ, നമുക്ക് കിട്ടിയ ഹിദായത്ത് നഷ്ടപ്പെടാതെ, അത് നമുക്ക് പ്രാർത്ഥനയുടെ റബ്ബേ നീ ഹിദായത്ത് നിലനിർത്തി തരണമെന്നൊരു പ്രാർത്ഥനയാണല്ലോ. ആ ഹിദായത്ത് വളരെ പ്രധാനമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തി റസൂലിനെ പരിപാലിച്ച, റസൂലിൻ്റെ പിന്നെ ഇഷ്ടപ്പെട്ട മനുഷ്യന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. നൂഹ് നബി 900 വർഷം പ്രബോധനം ചെയ്തു, നൂഹ് നബിന്റെ ഭാര്യക്കും മോനും ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഹിദായത്ത് വളരെ പ്രധാനമാണ്. സ്വർഗത്തിലാണ് എന്ന് ഉറപ്പുള്ള ആസിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് നരകത്തിലാണ്. അപ്പോൾ ഭാര്യക്കുണ്ട് ഭർത്താവിനുണ്ട് കാര്യമില്ല. ഏത് നിമിഷവും ഒരു മനുഷ്യൻ നന്നാവാം. നമുക്ക് കുറെ അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല നിലനിർത്താൻ. അതേപോലെ ഏത് നിമിഷവും മനുഷ്യൻ കേടുവരാം. അതുകൊണ്ട് കേടുവന്നു എന്ന് കരുതി നിങ്ങൾ വിഷമിക്കാൻ സങ്കടപ്പെടുന്നു വേണം. എത്ര ആൾക്കാരുണ്ട് നല്ല വലിയ താടിയൊക്കെ വെച്ച് സംസ്കരിക്കുന്ന ആൾക്കാർ. മുമ്പത്തെ ചരിത്രം എടുത്ത് നോക്കൂ നിങ്ങൾ. പാട്ടും ഡാൻസും സിനിമയും സംഗീതവും ഒക്കെ മാറി വന്ന ആൾക്കാരുണ്ട്. ഏത് നിമിഷവും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പ്രാർത്ഥന വളരെ പ്രധാനം. മക്കൾക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹ് കേൾക്കും.
ഉമ്മ ശപിച്ചാൽ അത് ശാപവുമാണ്. അതുകൊണ്ട് ഒരിക്കലും അറിയാതെ പോലും ഒരു ശാപവാക്ക് ഇവനെ കൊണ്ട് ഞാൻ പെട്ടു എന്ന് പറയരുത്. ഉമ്മ പറയരുത്. ഉമ്മ പ്രത്യേകിച്ച്, ബാപ്പയും പ്രത്യേകിച്ച് ഉമ്മ. അപ്പോൾ ഈ ശാപവാക്കുകൾ പറയാതെ മക്കൾക്ക് വേണ്ടി സദാസമയവും ദുആ ചെയ്യുക. ഈ ദുആയിൽ പ്രധാനപ്പെട്ട ദുആ തന്നെ മക്കളുടെ ഹിദായത്ത് നിലനിർത്തി തരണം. റബ്ബ് കൊടുത്ത ഈ ഹിദായത്ത് ഉണ്ടല്ലോ, ഇസ്ലാം, അവിടെ നിൽക്കണം. അപ്പോൾ ഇത്തരം കുട്ടികൾ നിസ്കരിക്കുന്ന, നോമ്പ് നിൽക്കുന്ന കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ സ്വമേധയാ ഇതൊക്കെ ചെയ്തൊരു കുട്ടി ഭയങ്കര സംഭവമാണ്. സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ പ്രത്യേകത എന്താ, ആ കുട്ടിയെ പിശാച് വിടൂല എന്ന് ഉറപ്പാണ്. പിശാച് പിടിച്ചു. നിസ്കരിക്കുന്ന, സ്വർഗത്തേക്ക് പോകുന്ന ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യുന്ന കുട്ടിയെ പിശാച് പിടിച്ചു വലിച്ചങ്ങ് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പോൾ അവനും വേണ്ടത് ഒരു ഇസ്ലാമികമായ, എന്നാൽ അതിൻ്റെ കൂടെ കുറച്ചൊരു കൗൺസിലിംഗ് അറിയുന്ന ഇത്തരം ഒരു സപ്പോർട്ട് ഈ കുട്ടിക്ക് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മൾ ഈ കേൾക്കുന്ന സഹോദരിമാരോടാണ് നമ്മൾ നമ്മളുടെ മക്കളെ കുറിച്ചിട്ടുള്ള ശാപ പ്രാർത്ഥനകളോ അതുപോലുള്ള പ്രാർത്ഥനകളോ ഒന്നും നടത്തരുത് എന്ന് ഈ ഒരു അവസരത്തിൽ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അത് ADHDയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എൻ്റെ 4.5 വയസ്സായ കുട്ടി ADHD ആണ്. ഞാനൊരു OCD രോഗിയായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ അവനെ ഒരുപാട് തള്ളിയിട്ടുണ്ട്, അതായത് തല്ലിയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരിയാണ്. അവനെ വഴക്ക് പറഞ്ഞതിലും അടിച്ചതിലും ഒരുപാട് ഖേദിച്ച് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വഭാവം മാറാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വഭാവം അവൻ്റെ സ്വഭാവത്തിലും പ്രകടമാണ്. അത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ഒരു സഹോദരി സ്നേഹക്കൂടിലേക്ക് എഴുതി ചോദിച്ചിട്ടുള്ളത്. മാറ്റിയെടുക്കാൻ മാർഗമുണ്ട്. ആ മാർഗം ഉമ്മ ചികിത്സയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഈ ഉമ്മാൻ്റെ OCD കുട്ടിയെ ബാധിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ പാരമ്പര്യമാണ്. അപ്പം ഉമ്മാക്ക് വന്നത് OCD ആണ്. ആ OCD കുട്ടിയിലേക്ക് എത്തിയപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. അതാണ് ADHD. ഈ ADHDയെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ADHD ഉള്ള ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യാൻ ആദ്യം വേണ്ടത് ക്ഷമയാണ്. ഈ ഉമ്മക്ക് ഇല്ലാത്തത് ക്ഷമയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഉമ്മ ADHD ഒരു അസുഖമാണെന്നും ഇതിന് ചികിത്സ ഉണ്ടെന്നും ഉമ്മ മനസ്സിലാക്കണം. ആ ചികിത്സയിലേക്ക് പോവുകയാണ് വേണ്ടത് ഉമ്മ. അതിന് ശേഷം കുട്ടിയെ ഡീൽ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ എല്ലാം തലച്ചോറിനകത്തുള്ള ന്യൂറോ കെമിക്കൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം കൗൺസിലിംഗ് ആണ്, ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഉമ്മക്കാണ് ഇത് വേണ്ടത്, അല്ലാതെ കുട്ടിക്കല്ല. ADHD എന്നത് ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള രോഗമല്ല. 4 വയസ്സിൽ തുടങ്ങി 12 വയസ്സിൽ അവസാനിക്കുന്ന അസുഖമാണ്. അസുഖം മീൻസ് ഡിസോർഡറാണ്. അത് 12 വയസ്സാകുമ്പോൾ തീരും ADHD. പക്ഷേ ഈ കുട്ടി 12 വയസ്സാകുമ്പോഴേക്ക് ഇത്തരത്തിലുള്ളൊരു ഉമ്മ, ക്ഷമയില്ലാത്ത മുൻകോപിയായ ഒരു ഉമ്മ ഈ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയാൽ 12 വയസ്സിൽ ADHD തീരും. പക്ഷെ ആ കുട്ടി ക്രിമിനലായി മാറും. അതിനുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയും. ആൻറ്റി സോഷ്യൽ, അവൻ അങ്ങനെയായിട്ട് മാറും. അപ്പോൾ അവൻ്റെ സ്വഭാവം, അവന് തല്ലുകൂടും, പ്രശ്നം ഉണ്ടാക്കും, അവനൊരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവും. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഈ രൂപത്തിലാവാതിരിക്കണമെങ്കിൽ ആദ്യം ചികിത്സയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കുറേ പ്രാർത്ഥിച്ചിട്ടും കുറേ പ്രാർത്ഥിച്ചിട്ടും നിസ്കരിച്ചിട്ടും മാത്രം ഈ പ്രശ്നം തീരൂല. അത് വേണം അതിൻ്റെ കൂടെ ചികിത്സ. അതേപോലെ അസുഖത്തിന് ചികിത്സിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ADHD ഉള്ള കുട്ടി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അവനെ ഡീൽ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിന് ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ADHD അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സാറ് ഇവിടെ ഈ ഒരു ദമാം സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്നെ വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. 5-6 എപ്പിസോഡുകൾ ചെയ്ത ആ ഒരു പ്രോഗ്രാം കുറേ ഫീഡ്ബാക്കുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അത് ഒരു തവണയല്ല, വീണ്ടും അത് നമ്മൾ റേഡിയോയിൽ പുനഃസംപ്രേഷണം ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. പലപ്പോഴും ആളുകൾ ഫീഡ്ബാക്ക് വഴിയും അല്ലാതെയൊക്കെ നമ്മളോട് എഴുതി ചോദിക്കാറും നമ്മളെ കാണുമ്പോഴൊക്കെ ഈ ഒരു വികൃതി കുട്ടികളുടെ ബാക്കി ഭാഗമില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി സാന്ദർഭികമായി സാറിനോട് പറയുകയാണ്, അവസരം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബാക്കി വികൃതി കുട്ടികൾ വലുതായിട്ടുണ്ടാകും. അപ്പോൾ ആ കുട്ടികളുടെ സംഭവിക്കാവുന്ന മാനസിക പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊരു പരമ്പര ചെയ്താൽ ശ്രോതാക്കൾക്ക് അത് ഉപകാരമുള്ളതായിരിക്കുമെന്ന് ഉണർത്തുകയാണ്. മനസ്സിലാക്കേണ്ടത് 5 വർഷം മുമ്പാണ്. അന്ന് വികൃതി കുട്ടികൾ എന്നത് കുറച്ച് കുട്ടികളായിരുന്നു. ഇപ്പം എല്ലാവരും വികൃതി കുട്ടികളായിരുന്നു.
ഈ 2022 ശേഷം കുട്ടികളിൽ ഭൂരിഭാഗവും വികൃതി കുട്ടികൾ തന്നെയാണ്. അതാണ്. ഇനി അടുത്തൊരു ചോദ്യം. സ്നേഹക്കൂട് വളരെ നല്ലതായിരുന്നു, ഇന്നത്തെ സ്നേഹക്കൂട്. എനിക്കൊരു മരുമകളുണ്ട്, ഞാൻ അവളെ മകളെ പോലെ കാണുന്നു. എൻ്റെ ഉമ്മയുമുണ്ട്. ഉമ്മ ചില കാര്യത്തിലൊക്കെ അവളോട്, എൻ്റെ മരുമകളോട് കുറ്റപ്പെടുത്തി സംസാരിക്കും. അങ്ങനെ ചെയ്യല്ലേ, എന്തിനാ അത് ചെയ്തത് എന്നൊക്കെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റമല്ലേ മറുപടി പ്രതീക്ഷിക്കുന്നു. അതായത് ഉമ്മ മരുമകളെ, എൻ്റെ മരുമകളെ ഉമ്മ എന്തെങ്കിലും പറയും, അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമല്ലേ എന്നാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്. ഈ മരുമകൾക്ക് 2 അമ്മായിമുണ്ട് അതാണ് അർത്ഥം. അതാണ് അർത്ഥം. ഒരമ്മായിമക്ക് പ്രായം കുറവ്, ഒരമ്മായിമക്ക് പ്രായം കൂടുതലാണ്. കുറ്റപ്പെടുത്തുക എന്നതിനേക്കാൾ നല്ല പദം ബോധ്യപ്പെടുത്തുക എന്നാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഉമ്മാൻ്റെ മോള് ചിന്തിക്കണത് എന്താ, എൻ്റെ വീട്ടിൽ കയറി വന്നൊരു പെൺകുട്ടി സ്വസ്ഥമായി ജീവിക്കണം എന്നാണ് ഈ പെണ്ണ് ചിന്തിക്കുന്നത്, അമ്മായിമ്മ ചിന്തിക്കുന്നത് ആണല്ലോ. റിയൽ അമ്മായിമ്മ. അമ്മായിമ്മൻ്റെ ഉമ്മയോ അത് പണ്ടത്തെ ഒരു സിസ്റ്റാണ്. ഈ വീട്ടിൽ കയറി വന്ന പെണ്ണിന് സ്വൈര്യം കൊടുക്കരുത് എന്ന് പണ്ടത്തെ സിസ്റ്റാണ്. അതെ, ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഉമ്മയെ അത് ഞാൻ മനസ്സിലാക്കുന്നത്, പീസ് റേഡിയോ കേൾക്കുന്ന, പീസ് റേഡിയോ പിന്നെ ശ്രവിക്കുന്ന ഒരു ശ്രോതാവാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ മരുമകളോട് ഏറ്റവും മനോഹരമായിട്ട് പെരുമാറുന്നൊരു ഉമ്മയാണ് ഈ ഉമ്മ. ആ ഉമ്മ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താ? സ്നേഹക്കൂട് പോലെയുള്ള പരിപാടികൾ കേട്ട് അറിഞ്ഞ് ദീന് പഠിച്ചതുകൊണ്ട്. ഇതേപോലെ ഉമ്മാമിനെയും ചെയ്യാൻ ശ്രമിക്കണം, ബോധ്യപ്പെടുത്തണം. കുറ്റപ്പെടുത്തി നിങ്ങളിങ്ങനെ ചെയ്ത് ശരിയല്ല എന്നല്ല, ഉമ്മ അങ്ങനെ പറയല്ലേ. നമ്മളെ പറച്ചിൽ കൊണ്ട് പിന്നെ അവളുടെ മനസ്സ് നൊന്താൽ നമുക്ക് നാളെ സ്വർഗം കിട്ടില്ല ഉമ്മ. അപ്പം ദീനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ഉമ്മയോട് നസീഹത്തോടെ സംസാരിക്കുക. അതിൽ യാതൊരു കുറ്റമില്ല. ഇപ്പോൾ ഉമ്മ ഖുറാഫാത്ത് ചെയ്യുന്ന ഉമ്മ, അല്ലെങ്കിൽ മക്ബറകളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് കുറ്റം ഉണ്ടാവുമോ? നമുക്ക് ഇല്ലല്ലോ. തെറ്റ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നത് നന്മ കൽപ്പിക്കുക, തിന്മ, അത്രേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് പറയും, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയണത്? ഇപ്പോൾ സ്ത്രീകളുടെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് കമൻറ്റ്, കേസ്, കാര്യങ്ങൾ എന്തിനാ അത് പറയണമെന്ന് ചോദിച്ചാൽ അത് പറയലാണ് മുസ്ലിമിൻ്റെ കടമ, നമ്മളെ ബാധ്യതയാണ്. അതാണ് ബാധ്യത. അത് കുട്ടികളുടെ ഡ്രസ്സിനെ കുറിച്ചാവട്ടെ, രീതികളെ കുറിച്ചാവട്ടെ, കല്യാണത്തിൽ നടക്കുന്ന വൃത്തികേടുകളാവട്ടെ, എവിടെ വഴി തെറ്റുന്നോ അത് വഴി. മുസ്ലിം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അതാ, നന്മ കൽപ്പിക്കുക, ഇതിങ്ങനെ ചെയ്യണം എന്ന് പറയാം, തിന്മ വിരോധിക്കുക. അപ്പോൾ ഈ തിന്മകൾ വിരോധിക്കുന്നത് ഒരിക്കലും ഒരു കുറ്റമല്ല. പക്ഷെ ആ വിരോധിക്കുന്ന രീതി നോക്കണം. അത് രണ്ട് അടി ഉമ്മൻ്റെ മുഖത്ത് കൊടുത്തിട്ടും അല്ലെങ്കിൽ ഉമ്മനെ കുറേ ചീത്ത പറഞ്ഞിട്ടും ആവരുത്. വളരെ നസീഹത്തോടു കൂടി, ആ നെയ്യത്തോടു കൂടി നിങ്ങൾക്ക് ഉമ്മയെ തിരുത്താം. ആ തിരുത്തുന്നത് ഒരിക്കലും എന്തല്ല, ഒരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കലോ ഒന്നുമല്ല. അത് ഉമ്മനെ നല്ല രീതിയിൽ പിടിച്ച്, ഉമ്മ എത്ര വയസ്സായി, നമുക്ക് എപ്പോഴാണ് നമുക്ക് മരണം എന്നറിയില്ല, നമുക്ക് സ്വർഗം കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത അമലുകൾ മാത്രം പോരാ. ഒരാളോട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവർ പൊരുത്തപ്പെടാൻ നമുക്ക് സ്വർഗത്ത് കയറാൻ കഴിയില്ല. അപ്പോൾ ഉമ്മ ഒക്കെ ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഉമ്മക്ക് ഈ കാര്യം നസീഹത്തോടു കൂടി ബോധ്യപ്പെടും. അപ്പോൾ ഇത് ഒരു തെറ്റ് ആണ് എന്ന് തോന്നിയ ഒരു സാധനത്തെ തിരുത്തൽ ഒരു മുസ്ലിമിൻ്റെ കടമയാണ്. അത് ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ഒക്കെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ബാപ്പ വിഗ്രഹം ഉണ്ടാക്കുന്ന മനുഷ്യനായിരുന്നു. ഇബ്രാഹിം നബി ബാപ്പയെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിങ്ങനെ കുരുത്തക്കേടാവും. ആ ബാപ്പ സ്വർഗത്ത് പോകാനാണ് ഇബ്രാഹിം നബി ശ്രമിച്ചത്. ചിലപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും തെറ്റ് നസീഹത്തോടു കൂടി മയത്തിൽ തിരുത്തുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അതൊരിക്കലും ഒരു കുറ്റപ്പെടുത്തലായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടോ നമുക്ക് വരില്ല. ഇൻഷാ അല്ലാഹ്. നമുക്ക് അവസാനമായി ഒരു ചോദ്യവും കൂടിയുണ്ട്. ആ ചോദ്യം, എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടുമ്പോൾ റൂമിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്നു. അത് വില കൂടിയതാണോ അല്ലാത്തതാണോ എന്നൊന്നും നോക്കുകയില്ല. എത്ര പറഞ്ഞാലും അദ്ദേഹം ഇത് മാറ്റുന്നില്ല. ഞാൻ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിലാണ്. ദേഷ്യപ്പെടുന്നു എന്നുള്ളത് വേറൊരു വിഷയം, അതിൻ്റെ ഒപ്പം തന്നെ നശിപ്പിക്കുക എന്നുള്ളത് വേറൊരു വിഷയം. രണ്ടും ഈ സ്ത്രീ അനുഭവിക്കും. ഇയാൾക്ക് ഈ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല. അത് നമ്മൾ ഈ എപ്പിസോഡിൽ മുഴുവൻ പറഞ്ഞ ന്യൂറോ കെമിക്കൽ ചേഞ്ചാണ്. ഇത് മാറ്റാൻ അവർക്ക് കഴിയില്ല. പിന്നെ എന്താ ചെയ്യുക? ചികിത്സിക്കണം. അതിന് ഇയാളെ ഒരു കൗൺസിലിങ്ങിൽ കൊണ്ടുപോകണം, ചികിത്സിക്കണം. ഇയാളെപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. ഒരു ദേഷ്യം വന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഇയാൾക്ക് സ്നേഹം ഉണ്ടാവും. അപ്പോൾ ഇയാളുടെ പ്രോബ്ലം എന്താ? ഇയാളുടെ വികാരങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ഇതേപോലെ ഈ
എഴുതി ചോദിച്ച പെണ്ണിന് ഈ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ശ്രോതാവ് വിചാരിച്ചിട്ടുണ്ടാവും ഈ പെണ്ണിന് ഇട്ടേച്ച് പൊക്കൂടെ, ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുന്ന തല്ലുണ്ടാക്കുന്ന ഇട്ടേച്ച് പോയിക്കൂടെ. ഒരിക്കലും ആ സ്ത്രീക്ക് ഈ ഭർത്താവിന് ഇട്ടേച്ച് പോകാൻ കഴിയില്ല. അത് ടോക്സിക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടല്ല, മറിച്ച് ഇതുപോലെ ഇയാൾക്ക് സ്നേഹം ഉണ്ടാവും, അങ്ങനെ സ്നേഹിക്കും. സ്നേഹം ഒരു വികാരമാണ്, അതേപോലെ ദേഷ്യം പിടിക്കും. അപ്പോൾ വികാരങ്ങൾ കൂടിയിരിക്കുകയാണ്, ഇംബാലൻസ് ആണ്. EQ എന്ന് പറയും, ഇമോഷണൽ കോഷ്യന്റ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, അതിലുള്ള പ്രശ്നമാണ്. ഇയാൾക്ക് വേണ്ടത് ഒരു കൗൺസിലിങ്ങും ആവശ്യമെങ്കിൽ ഒരു ചികിത്സയാണ്. അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യൂറോ പ്രോബ്ലമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലമാണ്. അപ്പോഴാണ് ഈ ചിന്ത വരുമ്പോഴാണ് ഇയാൾ ദേഷ്യം പിടിക്കുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലോ അയാൾക്ക് കുറ്റബോധം ഉണ്ടാവും. സാരല്ലേടി, അയാളെ സാധനമാണ് എറിഞ്ഞു പൊട്ടിക്കുന്നത്. ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയൊരു സാധനം അയാൾ എറിഞ്ഞു പൊട്ടിക്കില്ലല്ലോ. അപ്പം ഈ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അയാൾ ശരിക്ക് മെൻ്റലി ഔട്ടാണ്, ആ ചിന്ത ശരിയല്ല, നെഗറ്റീവ് സാധനം വന്ന് കയറുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഇതാണ് ഇയാളുടെ ആവശ്യം. ഇത് ബന്ധങ്ങളെ കുട്ടി, ഒരു എക്സാമ്പിൾ പറയാം. എറണാകുളത്ത് ഒരു പണക്കാരൻ, നല്ല പണക്കാരനാണ്, അയാൾ കോൺട്രാക്ടറാണ്, 2 മക്കളുണ്ട്. ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നല്ല സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്ന് പറ്റില്ല. ഇയാൾ വീട്ടിലേക്ക് കയറി വന്നു, പ്രശ്നമായി, ഭയങ്കര പ്രശ്നമായി, ദേഷ്യം വന്നു. +2 പഠിക്കുന്ന മകൾ, 8ാം ക്ലാസ് പഠിക്കുന്ന മകൻ, ഇയാളെ കുടുംബം അത്രയേ ഉള്ളൂ, നല്ല വലിയ വീട് സൗകര്യമൊക്കെ. 2 മക്കളെ ഇയാൾ പിടിച്ച് വീടിൻ്റെ പുറത്തേക്കിട്ട് വാതിലടച്ച് കളഞ്ഞു. ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തിൽ ചെയ്തതാ. ഇത്രയും പ്രായമുള്ള 2 +2 പഠിക്കുന്ന മകളും 8 പഠിക്കുന്ന മകനും പിടിച്ച് വീടിൻ്റെ പുറത്തൊക്കെ ഇട്ട് വാതിലടച്ച് കളഞ്ഞു. വാതിലടച്ച് കുറ്റിയുടെ ലൈറ്റൊക്കെ ഓഫാക്കി, ഫുള്ളി ഇരുട്ട്. ഈ കുട്ടികൾ പുറത്ത് നിൽക്കുക പേടിച്ചിട്ട്. ഭാര്യക്ക് ഉറക്കമില്ല, പക്ഷെ ഭാര്യയോട് പറഞ്ഞ് തുറന്ന് കൊടുത്താൽ നീ പുറത്താവും, ഇയാൾക്ക് ഒന്നും ചെയ്യാൻ വയ്യ, ആകെ സങ്കടം. അവൾ കരച്ചില്ല, ഇയാൾക്ക് അതൊന്നും പ്രശ്നമല്ല. ഇയാൾ ഭാര്യ വാതിൽ തുറന്ന് കൊടുക്കുന്നു, ഇയാൾക്ക് ഉറപ്പാണ്, ഉമ്മല്ലേ. ഇയാൾ ബെഡ്റൂമിലെ ഡോറ് പൂട്ടിയിട്ട് താക്കോല് തൻ്റെ കയ്യിൽ വെച്ച് ഇയാൾ കിടന്നുറങ്ങി. കുറേ കഴിഞ്ഞ് 2 മണി 3 മണി ഉറക്കണീച്ചപ്പോൾ അയാൾക്ക് ബോധം, പഠിച്ചോ എൻ്റെ കുട്ടികൾ പുറത്താണല്ലോ. അപ്പോൾ ബോധം വന്നു. അപ്പം അതുവരെ അയാൾക്ക് ബോധമില്ല, ദേഷ്യം പിടിച്ച് ചെയ്തതാ. ഓടിച്ചെന്ന് ഇയാൾ അപ്പോഴേക്ക് ഇയാളെ ഭാര്യ കരഞ്ഞ് തളർന്നാണ്. കുട്ടികൾ പുറത്തിരിക്കുമ്പോൾ ഒരു ഉമ്മക്ക് ഉറങ്ങാൻ കഴിയും, ഭാര്യ തളർന്നിന്, ഭാര്യ ആകെ തളർന്ന് ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസരം. ഇയാൾ തന്നെ തട്ടിപ്പടിഞ്ഞ് എഴുന്നേറ്റ് വാതിൽ തുറന്ന്, പുറത്തെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ മകന് ബോധമില്ല, മറ്റേ കുട്ടി ഇങ്ങനെ വിറക്കിയ പേടിച്ചിട്ട്. ഇപ്പം 2 കുട്ടികളും പനിക്കുന്നുണ്ട്. ഒരു കുട്ടി പനിച്ച് ബോധം കെട്ടാണ്, മറ്റേ കുട്ടി പേടിച്ച് ഇങ്ങനെ വിറക്കിയ, അനിയനൊന്നും ചെയ്യാൻ കഴിയാതെ. ഇപ്പം എങ്ങോട്ട് പോകാൻ വയ്യ, ഇരുട്ടാണ്, കൊലായിൽ സ്വിച്ച് ഉണ്ടാവില്ലല്ലോ പുറത്ത്, ആകെ പ്രശ്നമാണ്. ബാപ്പ 2 കുട്ടികളെയും കോരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ ആ കുട്ടികൾ ബാപ്പനോട് മിണ്ടുന്നില്ല, ആ ഭാര്യ ബാപ്പനോട് മിണ്ടുന്നില്ല. അവസാനം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. ഡോക്ടർക്ക് മനസ്സിലായി എന്തോ പേടിച്ചാൽ. ഡിസ്ചാർജായി പുറത്തിറങ്ങുമ്പോൾ ആ ഉമ്മ പറഞ്ഞു ബാപ്പനോട്, നിങ്ങൾക്ക് പോവാം, നിങ്ങളുടെ കാറുമായിട്ട് നിങ്ങൾക്ക് പോവാം, ഞങ്ങൾ ഓട്ടോ വിളിച്ച് വേറെ സ്ഥലത്തേക്കാണ് പോണത്, ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ കഴിയില്ല. എൻ്റെ കരളിൻ്റെ കഷ്ണമായ 2 കുട്ടികളെയാണ് നിങ്ങൾ മാനസികമായി തളർത്തിയത്, കഴിയില്ല. അയാൾ കാല് പിടിച്ചിട്ട് പറഞ്ഞു ഇട്ടേച്ച് പോവരുത്. പക്ഷേ അവർ സമ്മതിച്ചില്ല. അങ്ങനെയാണ് എറണാകുളത്ത് നിന്ന് അവരെ വീട്ടുകാരിടപെട്ട് കൗൺസിലിങ്ങിലേക്ക് എത്തിക്കേണ്ടത്. ആ മനുഷ്യൻ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, എനിക്ക് മാറണം, എന്തിനും ഞാൻ തയ്യാറാണ്, എന്നെ മാനസികാരോഗ്യ രോഗത്തിൻ്റെ ആശുപത്രിയിൽ പോയാലും ഞാൻ തയ്യാറാണ്, ഷോക്ക് അടുപ്പിക്കാൻ തയ്യാറാണ്, എനിക്ക് ഈ സ്വഭാവം വേണ്ട, എൻ്റെ മക്കൾ പ്രശ്നമായി. എത്ര വയസ്സുണ്ടാവും ഈ മനുഷ്യന്? വലിയ പ്രായമില്ലല്ലോ, കാരണം മകന് +2 പഠിക്കുന്ന കുട്ടിയല്ലേ. +2 പഠിക്കാറുണ്ട്, അവനൊരു മകൾ +2 അവൾക്കൊരു 10-18 വയസ്സ് പ്രായം ഉണ്ടാവും. ഇയാൾക്ക് അതിനത്ര വലിയ വയസ്സൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ ചെറുപ്പക്കാരനാണ്, നല്ല പൈസ ഉള്ള ആളാണ്. അതോടുകൂടി ഇയാൾ മാറി, ഫുൾ മാറി, അയാളുടെ സ്വഭാവം മാറി, അയാൾ ദീനിയായി, അയാൾ ഉഷാറായി, വളരെ മനോഹരമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകുന്നു. പരിഹാരം ഇത് തന്നെയാണ്. ഇതൊരു ചികിത്സയിലേക്ക് എത്തണം. അതിന് നിങ്ങൾക്കൊരു കൗൺസിലിങ്ങിലേക്ക് എത്തണം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഈ ഒരു പരമ്പര, അതായത് തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വന്ന കുറച്ച് ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ ജവഹർ മുനവർ സാർ നമ്മോട് ഈ ഒരു പരമ്പരയിലൂടെ കൈകാര്യം ചെയ്തത്. ഇനി ഈ ഒരു പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ വാർദ്ധക്യകാല പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.